ഇ ഡി പുതിയ നോട്ടീസുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അത് ഇലക്ഷൻ അടുക്കുമ്പം ഇലക്ഷൻ്റെ സമയമാകുമ്പോഴത്തേക്ക് പതുക്കെ ഇങ്ങനൊരു പരിപാടിയുണ്ട്. അത് ആളുകളെ എന്ത് കാര്യമായ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണെന്നറിയോ ഈ ചെയ്യുന്നത്. ഇവർ പണ്ട് പോലെ ഇലക്ഷൻ ഇവിടെ ചെയ്യും. ഈ പണിയും കൊണ്ടിറങ്ങി. ഇപ്പം വന്നേക്കുന്ന മസാല ബോണ്ടിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമുണ്ട്. അഡ്ജൂഡിക്കേഷൻ നടത്താൻ പോകുന്നു. അഡ്ജൂഡിക്കേറ്ററി ബോഡിയുണ്ട് അതിൻ്റെ കീഴിൽ. അത് അഡ്ജൂഡിക്കേഷൻ നടത്തി എത്രയാണെന്ന്, അതായത് ഇതിന് വലിയ പെനാൽറ്റിയൊക്കെ വരും, അത് ഫിക്സ് ചെയ്യും എന്നുള്ളതാണ്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്, 1999 അതിൻ്റെ വയലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത്. ഇത് ഒരു രസകരമായ കാര്യമാണ്. ഇതാരെ സഹായിക്കാനാണ് ഇപ്പോൾ ഈ നോട്ടീസ് കൊണ്ടുവന്നിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ നോട്ടീസ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് ഈ പറയുന്ന കാരണങ്ങൾ, അവർ ഈ മസാല ബോണ്ടിനെതിരെ പറഞ്ഞേക്കുന്ന ഇ ഡി ഉന്നയിച്ചേക്കുന്ന കാരണങ്ങളൊന്നും നിൽക്കത്തില്ല. ഒന്ന്, അതിൻ്റെ അതായത് പരിധി വയലേറ്റ് ഉണ്ട്. 2150 കോടി രൂപയാണ് കിഫ്ബി എടുത്തത് മസാല ബോണ്ട് വഴി. വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ബോറോ ചെയ്തേക്കുന്നതല്ല. കിഫ്ബി എന്ന് പറഞ്ഞ ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്. അപ്പോൾ അവർ ബോറോ ചെയ്തത് കൊണ്ട് മാത്രം തന്നെ സ്റ്റേറ്റ് ബോറോ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഉള്ള ആ നടപടിക്രമങ്ങളൊന്നും ഇതിന് വരുത്തില്ല. ഒന്ന്, അതിന് റിസർവ് ബാങ്കിൻ്റെ പെർമിഷൻ മാത്രം മതി കിഫ്ബി, അതായത് ഈ കോർപ്പറേറ്റ് ബോഡിക്ക്. പക്ഷേ സ്റ്റേറ്റ് അല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യാത്തത് കൊണ്ട് മാത്രം ഒരു കോർപ്പറേറ്റ് ബോഡി ചെയ്യുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ റിസർവ് ബാങ്കിൻ്റെ, ബാങ്ക് ഓഫ് ഇന്ത്യ, RBIയുടെ പെർമിഷൻ മതി. RBIയുടെ പെർമിഷൻ വാങ്ങിയിട്ടാണ് ഈ മസാല ബോണ്ട് ഫ്ലോട്ട് ചെയ്ത് അത് ലിസ്റ്റ് ചെയ്ത് അതുവഴി പണം എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ അടുത്ത വയലേഷൻ പറഞ്ഞേക്കുന്നത് അതിലും രസകരമായ കാര്യമാണ്. അതായത് ഇത് 467 കോടി രൂപ, ഈ 2150 കോടിയിൽ 467 കോടി രൂപ വസ്തു വാങ്ങിക്കാനായിട്ട് ഉപയോഗിച്ചു, അതായത് ഭൂമി ഇടപാടിന് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല യഥാർത്ഥത്തിൽ. അതായത് ഈ വസ്തു വാങ്ങാൻ പാടില്ല, ഇതുകൊണ്ട് ഈ പണം എടുത്ത് വസ്തു വാങ്ങാൻ പാടില്ല എന്നുള്ള ഒരു തടസ്സമുണ്ട്. അത് പ്രോപ്പർട്ടി വാങ്ങാൻ പാടില്ല. പക്ഷേ ഈ റോഡിൻ്റെ കാര്യത്തിന് വേണ്ടി പ്രോപ്പർട്ടി അക്വയർ ചെയ്തതാണ്. ഇവിടെ അക്വിസിഷനാണ്. അത് അക്വിസിഷൻ കൊടുത്തേക്കുന്നത് കോമ്പൻസേഷനാണ്, അല്ലാതെ പർച്ചേസ് മണി അല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞു നോക്കിയാൽ ഒരു സെയിൽ ആൻഡ് പർച്ചേസ് അവിടെ ഇല്ല. ഒരു വസ്തു പണം കൊടുത്ത് വാങ്ങുന്നതിന് തുല്യമല്ല അക്വിസിഷൻ എന്ന് പറയുന്ന വ്യത്യാസമുണ്ട് ലീഗൽ ടേമിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇത് യഥാർത്ഥത്തിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഇത് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ മണ്ടന്മാർ ഇതുകൊണ്ട് വരുന്നതെന്ന് നമുക്ക് തോന്നും. അത് അറിഞ്ഞുകൊണ്ടാണ്. അത് ആരെ സഹായിക്കാനാണെന്നുള്ളതൊന്ന് കരുതി നോക്കിയാൽ മതി. അതായത് ഈ BJPയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരിക്കലും അതായത് CPM ഇവിടുന്ന് അധികാരത്തിൽ നിന്ന് പോകരുത്. CPM അധികാരത്തിൽ നിന്ന് പോയാലുള്ള കുഴപ്പമെന്തെന്നറിയോ? കോൺഗ്രസ് കയറി വരും. കോൺഗ്രസ് കയറി വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ കുറേ പിടിച്ചു നിൽക്കും. കാര്യം അവരുടെ അനുഭവങ്ങളും തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, വെളിയിലിരിക്കുകയല്ലേ വർഷങ്ങളായിട്ട്. അപ്പോൾ അവർ കയറി വന്നു കഴിഞ്ഞാൽ അത് BJPക്ക് ബുദ്ധിമുട്ടാണ്. അതാ കാര്യം. അപ്പോൾ CPMനെ ഇവിടെ അത് കുറച്ചുകൂടെ അധികാരത്തിൽ ഇരുന്നാലും കുഴപ്പമില്ല. അത് കുറേ കഴിയുമ്പോഴത്തേക്ക് അത് തല്ലിപ്പിരിഞ്ഞ് എങ്ങനെയായാലും അവർ അനാവശ്യം കടിച്ച് പോയിക്കോളും. നേരെ മറിച്ച് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കോൺഗ്രസ് ഒരു കാരണവശാലും ഇവിടെ അധികാരത്തിൽ വരരുത്, ഈ സംസ്ഥാനം കൂടെ കോൺഗ്രസിൻ്റെ കയ്യിൽ പോകരുത് എന്നൊരു കാഴ്ചപ്പാട് BJPക്കുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് അല്പം കുറച്ച് നാളുകൂടെ ഈ CPM ഭരിച്ചാലും പ്രശ്നമില്ല. കാരണം ഭരിച്ച് അവർ റെഡിയാക്കിക്കോളും. അവർ ഇവിടെയുള്ള അനാവശ്യങ്ങളും എല്ലാം കാണിച്ചപ്പോൾ ഒരുപാട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണിച്ചു കഴിഞ്ഞിട്ട് അവർ പിന്നെ ജനങ്ങൾ തന്നെ എടുത്തെറിഞ്ഞോളും, ബംഗാളിലെ കഥ പോലെ. അപ്പോൾ അതാണ് പ്രശ്നം. അതുകൊണ്ട് ചെയ്ത പണി എന്താ? കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വന്നപ്പോഴാണ് നേരെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത്, അതായത് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്വർണം കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അതിൻ്റെ കൂടെ കുറേ അലിഗേഷനും ഒക്കെ അങ്ങോട്ട് പറഞ്ഞു. ഏതാണ്ട് ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം കൊണ്ടുവന്ന് അവിടെ കയറ്റി. അതുപോലെ KT ജലീൽ ഖുറാൻ എൻ്റെ കെട്ടിനകത്ത് സ്വർണം കൊണ്ടുവന്നു, അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഉള്ള അലിഗേഷനൊക്കെ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ED പതുക്കെ രംഗത്ത് വന്നു. അത് എളുപ്പം അവർക്ക് വരാമല്ലോ, അതായത് മണി ലോണ്ടറിങ് ഉണ്ട് എന്നുള്ള കാഴ്ചപ്പാടിൽ ED ഇങ്ങോട്ട് രംഗത്ത് വന്നു. എന്തിനാണ് ഈ ED വന്നത്? ED വന്നത് ഇത് ഒതുക്കാനാണ്, വേറെ ഒന്നുമില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു? ED വന്നിട്ട് എന്തെങ്കിലും ചെയ്തോ? ആകെ പറ്റിയത് ശിവരൻ ശങ്കരൻ കുറേ ഏതാണ്ട് 10-100 ദിവസം ജയിലിൽ കിടന്നു.
പിന്നെ സ്വപ്നയെ ഓടിച്ചിട്ട് പിടിക്കുകയോ ഒക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെടുത്തി ഏതാണ്ട് ജയിലിൽ കിടത്താനോ അവിടെ വെച്ച് ജയിലിൽ വെച്ച് ഒരു അറ്റാക്ക് ചെയ്യാനോ ഒക്കെ ശ്രമം നടത്തിയെന്നും ഒക്കെ ഉള്ള അലിഗേഷനും ഒക്കെ വന്നു. സ്വപ്ന സുരേഷ് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ സ്വപ്ന പറയുന്നതൊക്കെ വെള്ളത്തിൽ വരച്ചതുപോലാണ്, കേൾക്കാൻ ആരുമില്ല, അതിന് ഒരു പ്രയോജനവും കിട്ടുന്നില്ല. കാരണം അത് ആ രീതിയിലേക്ക് അങ്ങ് പോയി. ആരും കേൾക്കുന്നില്ല, ഒന്നും കേട്ടില്ല. ഏതായാലും സ്വപ്ന സുരേഷിനെ അതേപോലെ തന്നെ ഇത് ആ കേസുമായിട്ട് കുറേ ശല്യപ്പെടുത്തി എന്നുള്ളത് ഒഴിച്ചാൽ വേറൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്തുവാ ഉണ്ടായേ? അതിനകത്തും അപ്പോൾ ഈ അലിഗേഷനും കൊണ്ട് വന്നു. ഇത് വന്ന് തെളിയുന്നില്ല, ഇത് കള്ളം, ഞങ്ങളെ കേന്ദ്ര ഗവൺമെൻറ് ഡിയെ ഉപയോഗിച്ച് ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ് എന്നുള്ള ഇത് ഒരു സ്ഥിരം പല്ലവി ഇവർക്ക് പറയാൻ പറ്റും. ഡി ഇപ്പം ഇന്ന് തന്നെ നമ്മുടെ സഖാവ് എം വി ഗോവിന്ദൻ പറഞ്ഞു കേട്ടില്ലേ, ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു എന്താ ഡിയുടെ അനക്കമൊന്നുമില്ലെന്ന്. ഇവർക്കറിയാം ഡി വരണമെന്ന്, ഇവർ നോക്കിയിരിക്കുക ഡിയെ. അപ്പോൾ ഡി വരുന്നു, ഇപ്പോൾ നോട്ടീസും കൊണ്ടുവന്നു. ഈ നോട്ടീസ്, ഈ മണ്ടത്തരങ്ങൾ കാണിച്ച് ഡി ഇത് കൊടുക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു പ്രയോജനം ചെയ്യാനല്ല, നേരെ മറിച്ച് ഇത് ഇടതുപക്ഷ മുന്നണിയെ ഒന്ന് ശക്തിപ്പെടുത്താൻ. അതായത് ഇപ്പോൾ ശബരിമല വിഷയത്തിൽ കൈപൊള്ളി നിൽക്കുകയാണ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള, അതിന് CPM-ൻ്റെ വലിയ 2 നേതാക്കളകത്ത് കിടക്കുന്നത് ജയിലിൽ. അപ്പോൾ അതിനകത്ത് വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് ഒന്ന് അടിക്കാൻ നോക്കി. രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്ത എന്താ? ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് കഴിവില്ലാത്തതുകൊണ്ടാണോ? അല്ലല്ലോ. എവിടെ നിന്ന് വേണമെങ്കിലും തപ്പിയെടുക്കാൻ ഒക്കും കേരള പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിനെ. പക്ഷേ അറസ്റ്റ് ചെയ്തില്ല. അറസ്റ്റ് ചെയ്താലേ കാര്യം എന്തുവാ? അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി കോൺഗ്രസ് രംഗത്ത് വരും, ഇയാളെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി, ഇനി ഇയാളെ കൊണ്ടു നടക്കുന്ന കാര്യമേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ഇതിന് അടപ്പ് വീഴും. ഇവർക്കതല്ല വേണ്ടത്. ഇവർക്ക് ഈ ഇഷ്യൂ ലൈവായിട്ട് കത്തിഞ്ഞ് നിർത്തണം. കാര്യം എന്താ? സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള എന്നുള്ള ആ ശ്രദ്ധയൊന്ന് തിരിക്കണം. അതാ വേണ്ടത്, അല്ല വേറൊന്നും അല്ല ഇതിന് കാരണം. അന്നേരം നോക്കിയപ്പോൾ അത് മാത്രമായിട്ട് ഇനി ഏൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ സംഭവിക്കുന്ന എന്താ ഇനി അടുത്തതായിട്ട് ഉള്ളത്? അപ്പം നോക്കി ഡി വന്നു. ഇനി കരുവന്നൂർ ഇതുപോലെ തന്നെ ഡി വന്നല്ലോ. എന്നിട്ട് ഡി എന്ത് ചെയ്തു? കരുവന്നൂർ വന്നതുകൊണ്ട് ഒരു ബാർഗെയിനിങ് നടത്തി അവിടെ AC മൊയ്തീനെയൊക്കെ അങ്ങ് ചോദ്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് ഡി ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു. എന്നിട്ട് ആരെയെങ്കിലും എന്തെങ്കിലും ചെയ്തു? ഒന്നുമില്ലല്ലോ. ഒരു നടപടി അതിനകത്തില്ല. ഇല്ലാതെ അവസാനം സംഭവിച്ചെന്താണ്? BJPക്ക് തൃശ്ശൂരെ പാർലമെൻറ്റ് സീറ്റ് കിട്ടി. അതാണ് ഈ കച്ചവടം. ഇവർ തമ്മിലുള്ള കച്ചവടമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് പൊതുജനങ്ങൾക്ക് മനസ്സിലാവും, ചിന്തിക്കുന്നവർക്ക്. എല്ലാവർക്കും മനസ്സിലാകത്തില്ല. പിന്നെ പാർട്ടി ലൈനിൽ ചിന്തിക്കുന്നവർക്ക് ചിലപ്പോൾ ആ ലൈനിലേക്ക് ചിന്തിക്കാം. ഇവിടെ പാവപ്പെട്ട സഖാക്കളുണ്ട്, അവർക്ക് ഇതൊന്നും പറഞ്ഞ് അറിഞ്ഞൂടാ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്കറിയത്തില്ല. ഇത് കച്ചവടമായിരുന്നു തൃശ്ശൂരെന്നുള്ളത് എല്ലാവർക്കും അറിയാം, ചിന്തിക്കുന്നവർക്കറിയാം. ഇനി അത് പൊയ്ക്കോട്ടെ. ഇനി ഇപ്പം ഈ നോട്ടീസും കൊണ്ടിറങ്ങിയേക്കുന്നത് എന്തിനാ? ഇപ്പം ഈ നോട്ടീസും കൊണ്ടിറങ്ങിയേക്കുന്നത് ഇവർക്ക് വിളിച്ച് വീണ്ടും പറയണം. അതായത് ഞങ്ങൾ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുകയാണ്, ഡി സമയമാകുമ്പോൾ, ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ ഞങ്ങളെ ഉപദ്രവിക്കാൻ ഇറങ്ങും. ഇവർക്ക് കരയാനൊരു സമയം കൊടുക്കുകയാണ്. അതായത് ജനങ്ങളുടെ മുമ്പിൽ ഈ സങ്കട കണ്ണീരൊഴുക്കി അവരുടെ ഒരു സഹതാപം പിടിച്ചു പറ്റാനുള്ള ഒരു പണിയാണിത്. അതറിഞ്ഞുകൊണ്ടാണ് ഡിക്ക് അറിയാൻ ഇത് നിൽക്കത്തില്ലെന്ന്, ഒരു കാരണവശാലും നിൽക്കത്തില്ല ഇത്. നിൽക്കാത്ത ഈ നോട്ടീസ് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താ? ഇവിടെ നമ്മൾ നോക്കൂ, നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് ഒഴിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ എല്ലാവർക്കും ഡി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ശ്രീമതി വീണ വിജയനെതിരെയുള്ള നടപടിയാണെന്നുണ്ടെങ്കിൽ ആ നടപടി യഥാർത്ഥത്തിൽ അവരല്ല പോയേക്കുന്നത്, ആ കമ്പനി പോയി നിർബന്ധമായിട്ടും കേട്ടോ, അവർ പോയിട്ട് കേസ് കൊടുത്തു, സ്റ്റേ വാങ്ങിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ, കേന്ദ്ര ഗവൺമെൻറ് വക്കീലന്മാർ പോലും അവിടെ പോകുന്നില്ല. ആ കേസ് അങ്ങനെ വീണ്ടും അടുത്ത വർഷത്തേക്ക് മാറ്റിയേക്കാണ്. അപ്പോൾ ഈ രീതിയിലാണ് സംഭവം. അതാണ് ഞാൻ പറഞ്ഞത്. അത് എന്ത് ചെയ്തു? എന്നിട്ട് ഡി ഇതുപോലെ നോട്ടീസ് കൊടുക്കും. മുഖ്യമന്ത്രിയുടെ മോന് നോട്ടീസ് കൊടുത്തു, പോയില്ല, അനങ്ങിയില്ല. എന്നിട്ട് എന്തോ സംഭവിച്ചു? ഒന്നുമില്ല. മുഖ്യമന്ത്രിക്ക് അതുപോലെ ഇപ്പോഴും നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇത് അനങ്ങിയില്ലെങ്കിലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം ഒന്നാമത് ഇതിനകത്ത് വലിയ വയലേഷൻ ഒന്നുമില്ല. ഈ പറയുന്നവരുള്ള ഡി പറയുന്ന വയലേഷൻ, ഫെമയുടെ വയലേഷനൊന്നും ഇതിനകത്ത് വരുന്നില്ല. കാരണം ഒന്ന്, കിഫ്ബി എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്. അവർക്ക് ലോൺ എടുക്കാവുന്നത്, കടമെടുക്കുന്നത് വിദേശത്ത് നിന്ന് കടം വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും അവർക്ക് വാങ്ങാൻ RBIയുടെ പെർമിഷൻ മതി. അതുണ്ട് താനും.
പിന്നെ വസ്തു വാങ്ങിയെന്ന് പറയുന്നത് വാങ്ങിയതല്ല. റോഡിന് വേണ്ടിയൊക്കെ വസ്തു അക്വയർ ചെയ്യുന്നത് ഒരിക്കലും നമുക്കൊരു പർച്ചേസായിട്ട് പറയാൻ ഒക്കത്തില്ല. സെയിൽ പ്രൈസ് കൊടുത്ത് വാങ്ങല്ല, കോമ്പൻസേഷൻ കൊടുത്ത് ലാൻഡ് ഏറ്റെടുക്കുന്നു, അക്വയർ ചെയ്യുന്നു എന്നുള്ളതും മാത്രമേ ഉള്ളൂ പബ്ലിക് പർപ്പസിന്. അത് ലാൻഡ് അക്വിസിഷൻ ആക്ട് അനുസരിച്ച് ചെയ്യുന്ന ഒരു നടപടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഒന്നുമില്ലെന്ന് ഇവർക്കറിയാം. അറിഞ്ഞുകൊണ്ടാണ് ഇത് കൊണ്ട് കൊടുക്കുന്നത്. കാരണം ഇവർക്ക് ഇത് കൊണ്ട് കൊടുത്താലേ അല്ലേ ഇവർക്ക് കരയാൻ പറ്റുള്ളൂ. ഞങ്ങളെ ഇടി ഉപദ്രവിക്കുന്നു, ഇതാണ് കാര്യം. ഇതെന്തിനാണെന്നറിയോ? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതിൽ ശ്രദ്ധ തിരിക്കണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്ത് വെളിയിലിട്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഇ ഡി രംഗപ്രവേശനം ചെയ്തേക്കുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. ഈ കള്ളത്തരം ഉണ്ടല്ലോ, ജനങ്ങൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. ഈ കള്ളത്തരം ഒത്തുകളി ഒന്ന് മനസ്സിലാക്കണം. അന്തർധാര വളരെ സജീവമാണ് എന്നും മനസ്സിലാക്കിയാൽ മതി.